المدرسة الربانية كونوا ربانيين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി മരിക്കുവോളം ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം നേടി ശുദ്ധമായ സുരക്ഷിതമായ ഹൃദയവുമായി അള്ളാഹുവിനെ സമീപിക്കുന്നതിനെ സംബന്ധിച്ചാണ് സംസാരിച്ചു വരുന്നത്. ഹൃദയം സുരക്ഷിതമാകണമെങ്കിൽ വേണ്ട നിർദ്ദേശങ്ങളെ സംബന്ധിച്ചാണ് അവസാനം സംസാരിച്ചത്. ഷേഖ് അവറുകൾ തുടർന്ന് പറയുകയാണ്, വലാ തതിമ്മു ലഹു സലാമതുഹു മുത്ലഖൻ. അവിടെ നല്ല എടുക്കാനല്ലേ ആണോ? ഹൃദയത്തിന്റെ സുരക്ഷിതത്വം അത് പൂർണ്ണമാവുകയില്ല. ഹത്താ യസ്ലമ മിൻ ഖംസതി അഷ്യ, 5 കാര്യങ്ങളിൽ നിന്ന് അത് രക്ഷപ്പെടുന്നത് വരെയും. ഹൃദയം സലീമാണ് എന്ന് പറയണമെങ്കിൽ 5 കാര്യങ്ങളിൽ നിന്ന് അത് രക്ഷ നേടിയിരിക്കണം. അതിൽ ഒന്നാമത്തേത് മിൻ ഷിർക്കിൻ യുനാഖിദു തൗഹീദ്, പ്രധാനമായിട്ടും ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഷിർക്ക് തൗഹീദിന് വിരുദ്ധമായതാണ്. അപ്പോ ഹൃദയത്തിൽ തൗഹീദ് രൂഢമൂലമായിരിക്കണം. അതിന് വിരുദ്ധമായ ഷിർക്ക് അവനിൽ സംഭവിച്ചാൽ അവന്റെ ഹൃദയം മലീമസമായിരിക്കും, നജസ് നിറഞ്ഞതായിരിക്കും, മാലിന്യം നിറഞ്ഞതായിരിക്കും. ഒന്നാമതായി അപ്പോൾ വേണ്ടത് ഹൃദയം സുരക്ഷിതമാകാൻ ഷിർക്കിൽ നിന്ന് മുക്തി നേടുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് വബിദ്അത്തിൻ തുഖാലിഫു സുന്ന, സുന്നത്തിന് വിരുദ്ധമായ ബിദ്അത്തുകളിൽ നിന്നും രക്ഷ നേടിയിരിക്കണം. എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല മതമായി ആചരിക്കാൻ വിശ്വസിക്കാൻ വിശ്വാസികളെ പഠിപ്പിച്ചിരിക്കുന്നത് അത് മാത്രമായിരിക്കണം അവൻ ആചരിക്കേണ്ടത്. അതിനപ്പുറത്ത് അല്ലാഹുവോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പഠിപ്പിക്കാത്ത ബിദ്അത്തുകളെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഹൃദയവും സലീമായ ഹൃദയമായിരിക്കില്ല, അതും മലീമസമായ അപകടം നിറഞ്ഞ ഹൃദയമായിരിക്കും. വശഹ്വത്തിൻ തുഖാലിഫുൽ അംറ, മറ്റൊന്ന് ഷഹ്വത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതുണ്ട്. വികാരത്തിന് അടിമപ്പെട്ടു പോകാതിരിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ, അള്ളാഹു ഒന്ന് കൽപ്പിക്കുന്നു, അവന്റെ വികാരം വേറൊന്നിന് എന്ത് ചെയ്യുന്നു, അവനെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ട് അവന്റെ വികാരങ്ങൾ അവനെ ഇങ്ങനെ സഞ്ചരിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള വികാരങ്ങൾക്ക് കീഴ്പ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതും സുരക്ഷിതമായ ഹൃദയത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോ ഷഹ്വത്തുകളിൽ നിന്നും ഹൃദയത്തെ എന്ത് ചെയ്യപ്പെടണം, രക്ഷപ്പെടുത്തണം. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ വഗഫലത്തിൻ തുനാഖിദു ദിക്ര, നാലാമത്തെ കാര്യം ഗഫലത്തിൽ നിന്ന് ഹൃദയത്തെ രക്ഷപ്പെടുത്തലാണ്, അശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെടുത്തലാണ്. അതായത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലായിരിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനകളെ കുറിച്ച്, അവന്റെ നിരോധനങ്ങളെ കുറിച്ച്, അതേപോലെ ആഖിറത്തെ കുറിച്ചുള്ള ബോധം, ഇതിനെക്കുറിച്ച് മറപ്പിച്ച് കളയുന്ന, അശ്രദ്ധമാക്കി കളയുന്ന കാര്യങ്ങളിൽ നിന്ന് ഹൃദയം എന്ത് ചെയ്യണം, രക്ഷപ്പെടണം. ഏതൊരുവന്റെ ഹൃദയം ഗഫലത്ത് നിറഞ്ഞതാണോ, അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് അശ്രദ്ധമായതാണോ, അവന്റെയും ഹൃദയം സലീമായ ഹൃദയമാണ് എന്ന് പറയാൻ പറ്റുകയില്ല. അഞ്ചാമത്തേത് വഹവൻ യുനാഖിദു തജ്രീദ വൽ ഇഖ്ലാസ്, ഹവകളിൽ നിന്ന് ഹൃദയത്തെ രക്ഷപ്പെടുത്തലാണ്. മോശമായ ഇച്ഛകളിൽ നിന്ന്, അള്ളാഹുവിന് ചെയ്യേണ്ട ഇബാദത്തിന്റെ ലക്ഷ്യങ്ങൾ മാറിപ്പോവുക, ഇഖ്ലാസിന് വിരുദ്ധമായ നിഷ്കളങ്കമായ ഇബാദാത്തുകൾക്ക് വിരുദ്ധമായി കൊണ്ട് വേറെ പല കാര്യങ്ങൾക്കും ഇബാദാത്തുകൾ അർപ്പിക്കുക. ചിലപ്പോൾ തനിച്ച് ശിർക്കായിരിക്കാം,
അതല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഇബാദത്തുകളാകാം. ഇതെല്ലാം ഇഖ്ലാസിനും മറ്റും വിരുദ്ധമായ കാര്യങ്ങളാണ്. അതിൽ നിന്ന് ഹൃദയത്തെ മോചിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ മോശപ്പെട്ട ഇച്ഛകളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധമാക്കിയെടുക്കണം. വഹാദിഹിൽ ഖംസതു ഹുജുബുൻ അനില്ലാ, ഈ 5 കാര്യങ്ങൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ളതായ മറകളാണ്. ആരിലാണോ ഈ 5 കാര്യങ്ങൾ ഉള്ളത് അവന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ അതെന്തായി നിൽക്കും? ഒരു മറയായിട്ട് നിലനിൽക്കും. വതഹ്ത കുല്ലി വാഹിദിൻ മിൻഹാ അൻവാഉൻ കതീറ തതദമ്മനു അഫ്റാദൻ ലാ തൻഹസിർ. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, ഈ 5 കാര്യത്തിന്റെയും ഓരോന്നിന്റെയും കീഴെ അതിന്റെ ധാരാളം ഇനങ്ങളുണ്ട്. ശിർക്കാകട്ടെ, ബിദ്അത്താകട്ടെ, അതുപോലെ ഷഹവാത്തുകളാകട്ടെ, ഗഫലത്തുകളാകട്ടെ, ഹവയാകട്ടെ, ഇതിനെല്ലാം താഴെ ധാരാളം ഇനങ്ങളുണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്ത ഇതുപോലുള്ളതായ അള്ളാഹുവിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്ന ധാരാളം ഘടകങ്ങളുണ്ട്. പ്രധാനമായ ഈ അതിന്റെ കേന്ദ്ര ബിന്ദുക്കളാണ് ഈ 5 കാര്യങ്ങൾ. അതിൽ നിന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഹൃദയത്തെ ശുദ്ധമാക്കിയെടുക്കാതെ ഹൃദയം എന്താവുകയില്ല, സലീമാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. അതിനുശേഷം ഇമാം അവറുകൾ പറയുകയാണ്, വലിദാലിക ഇഷ്തദ്ദത് ഹാജത്തുൽ അബ്ദി ബൽ ദറൂറതുഹു. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ അത്യാവശ്യക്കാരനായിരിക്കുകയാണ്. അവന്റെ ആവശ്യം കഠിനമായിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇലാ അൻ യസ്അലല്ലാഹ അൻ യഹ്ദിയഹു സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവിനോട് നിരന്തരം അവൻ ചോദിച്ചുകൊണ്ടിരിക്കണം. മുസ്തഖീമായ സിറാത്തുൽ മുസ്തഖീമിലേക്ക് അവനെ കൊണ്ടെത്തിക്കാൻ, അതിൽ അടിയുറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിന്റെ സഹായമില്ലെങ്കിൽ ഒരാൾക്ക് മുസ്തഖീമായ പാതയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുകയില്ല. അതിൽ നിന്ന് തെറ്റിക്കുന്ന ധാരാളം ഘടകങ്ങൾ അവന്റെ ചുറ്റുപാടിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, മുസ്തഖീമായ പാതയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് ആവശ്യമാണെന്നല്ല, അത് ദറൂറത്താണ്, അത് കൂടാതെ കഴിയുകയില്ല. ഓരോ വിശ്വാസിയും എന്ത് ചെയ്യേണ്ടതുണ്ട്? അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. ഫലൈസൽ അബ്ദു അഹ്വജ മിൻഹു ഇലാ ഹാദിഹി ദഅവ വലൈസ ഷൈഉൻ അൻഫഅ ലഹു മിൻഹാ. ഇതിനേക്കാൾ പ്രയോജനപ്രദമായ ഒരു കാര്യവും മനുഷ്യനില്ല. ഇതിനേക്കാൾ മനുഷ്യന് ആവശ്യമായ വേറെ ഒന്നുമില്ല. അവൻ ഏറ്റവും കൂടുതൽ ആവശ്യമായി തീരുന്നത് അള്ളാഹുവിനോട് ഇത് ദുആ ചെയ്തുകൊണ്ടിരിക്കുക, തേടിക്കൊണ്ടിരിക്കുക. അതാണ് അവന് ഏറ്റവും പ്രയോജനപ്രദമായ കാര്യം. നിരന്തരം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിക്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ് ഈ ദുആ, ഈ പ്രാർത്ഥന. അവൻ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കാൻ ദിനേന പല പ്രാവശ്യം, 17 പ്രാവശ്യത്തോളം നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കണം ഈ ദുആ. അള്ളാഹുവേ, മുസ്തഖീമായ നേരായ പാതയിലൂടെ സഞ്ചരിക്കാൻ അതിനുള്ള ഉദവി നൽകണമേ, അതിനുള്ള സൗഭാഗ്യം നൽകണമേ. ഇത് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കൽ ഓരോ അടിമക്കും അനിവാര്യമായ കാര്യമാണ്. എന്നിട്ട് ഇമാം അവർകൾ അതിന്റെ ആവശ്യകത വിശദീകരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്? കാരണം ഫഇന്ന സിറാത്തുൽ മുസ്തഖീമ യതദമ്മനു ഉലൂമൻ വഇറാദാതിൻ വഅഅമാലൻ. മുസ്തഖീമായ ചൊവ്വായ പാത എന്നാൽ അതിൽ ഇൽമ അടങ്ങിയിട്ടുണ്ട്. ഇൽമ അനിവാര്യമാണ്. അതിന് ഇറാദാത്തുകൾ വേണം, ഉദ്ദേശങ്ങൾ വേണം, അമലുകൾ അതിലടങ്ങിയിട്ടുണ്ട്. വതുറൂകൻ ളാഹിറതൻ വബാത്തിനതൻ. ഇൽമ വേണം, അതിനോടുകൂടെ തന്നെ അത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യം, ബോധം, ഉദ്ദേശം വേണം. അത് പ്രവർത്തിക്കണം. പ്രവൃത്തി മാത്രമല്ല, ചില ഉപേക്ഷകളും മുസ്തഖീമായ പാതയുടെ ഭാഗമാണ്. ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്, ചിലത് പ്രവർത്തിക്കേണ്ടതുണ്ട്, ചിലത് ഉപേക്ഷിച്ച് കളയേണ്ടതുണ്ട്. ബാഹ്യമായ കാര്യങ്ങളുണ്ട്, ബാഹ്യമായതുണ്ട്, ആന്തരികമായതുണ്ട്. എന്നിട്ടോ തജിരി അലൈഹി കുല്ല വഖ്തിൻ, അതിന്റെ മേലായിക്കൊണ്ട് ആണ് എന്ത് ചെയ്യുന്നത്? സിറാത്തുൽ മുസ്തഖീം നിലകൊള്ളുന്നത്. അപ്പോ ഇൽമ്, അമല്, ഉദ്ദേശങ്ങൾ, ഉപേക്ഷകൾ, ഇതെല്ലാം നിരന്തരമായി അവന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? നിലനിന്നുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ്
മുസ്തഖീമായ പാത ശരിയായ നിലയിലാവുകയുള്ളൂ. ഫതഫാസിലു സിറാത്തുൽ മുസ്തഖീമി ഖദ് യഅലമുഹ അൽ അബ്ദു വഖദ് ലാ യഅലമുഹ. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, മുസ്തഖീമായ ഈ ശരിയായ പാതയുടെ വിശദാംശങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ഒരടിമ അതിനെക്കുറിച്ച് ഇൽമുള്ളവനായേക്കാം, ചിലപ്പോൾ ഇൽമില്ലാത്തവനായേക്കാം. അപ്പൊ ഇൽമ അനിവാര്യമാണ്. വഖദ് യകൂനു മാ ലാ യഅലമുഹു അക്സറ മിമ്മാ യഅലമു. ചിലപ്പോ അവൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങളായിരിക്കാം. മുസ്തഖീമായ പാതയിൽ നിലകൊള്ളണമെങ്കിൽ എന്താണ് വേണ്ടത്, എന്താണ് അതിന്റെ വിശദാംശങ്ങൾ എന്ന് അവൻ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ അറിയില്ലാത്ത കാര്യങ്ങളായിരിക്കാം. വമാ യഅലമുഹു ഖദ് യഖ്ദിറു അലൈഹി വഖദ് ലാ യഖ്ദിറു അലൈഹി. ഇനി അവൻ അറിഞ്ഞ പഠിച്ച കാര്യങ്ങളാകട്ടെ, ചിലപ്പോൾ അവൻ അത് ചെയ്യാൻ സാധിച്ചേക്കാം, ചിലപ്പോൾ ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളാകാം. അതിനും അള്ളാഹുവിന്റെ സഹായം വേണം, ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വഖദ് യകൂനു വഹുവ മിനസ് സിറാത്തുൽ മുസ്തഖീമി വഇൻ അജസ അൻഹു. അവൻ മുസ്തഖീമായ പാതയിലായിരിക്കും, അതിനോടുകൂടെ തന്നെ ചിലപ്പോൾ അവൻ അശക്തനായിരിക്കാം, പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കാത്തവനായിരിക്കാം. വമാ യഖ്ദിറു അലൈഹി ഖദ് തുരീദുഹു നഫ്സുഹു വഖദ് ലാ തുരീദുഹു കസലൻ വതഹവുന. ഇനി അവൻ അറിഞ്ഞ, അവൻ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ, ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ അവനക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടായിക്കൊള്ളാം, ചിലപ്പോൾ ആ മനസ്സുണ്ടാകുകയില്ല. ചെയ്യാൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ അവൻ ഉദ്ദേശിക്കാം, ചിലത് മടി കാരണത്താൽ അവന് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകാത്ത അവസ്ഥകൾ ഉണ്ടാകും. ഔലി ഖിയാമി മാനിഅൻ വഗൈരി ദാലിക്. ചിലപ്പോ അറിഞ്ഞിരിക്കുന്ന, പഠിച്ച, മനസ്സിലാക്കിയ, ചെയ്യാൻ അവന് പ്രാപ്തിയുള്ള ആ കാര്യം അത് പ്രവർത്തിക്കുന്നതിനെ തൊട്ടൊരു തടസ്സം അവന്റെ മുന്നിൽ വന്നേക്കാം. വമാ തുരീദുഹു ഖദ് യഫ്അലുഹു വഖദ് ലാ യഫ്അലു. ഇനി അവൻ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യാൻ കഴിവുള്ള, അവന് ശേഷിയുള്ള, അങ്ങനെയുള്ള അവൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ചിലപ്പോൾ അവൻ പ്രവർത്തിച്ചേക്കാം, ചിലപ്പോ അത് പ്രവർത്തിക്കാതിരിക്കാം. വമാ യഫ്അലുഹു ഖദ് യഖൂമു ഫീഹി ബിശുറൂത്തിൽ ഇഖ്ലാസി വഖദ് ലാ യഖൂം. ഇനി അങ്ങനെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ അത് സ്വീകരിക്കാനുള്ള ഷർത്തുകൾ പാലിച്ചുകൊണ്ടായിരിക്കാം അവൻ ചെയ്യുന്നത്, ചിലപ്പോ ഇഖ്ലാസ് പോലുള്ളതായ കാര്യങ്ങൾ പാലിക്കാതെയുമായിരിക്കാം അവൻ എന്ത് ചെയ്യുന്നത്, ആ പ്രവർത്തിക്കുന്നത്. വമാ യഖൂമു ഫീഹി ബിശുറൂത്തിൽ ഇഖ്ലാസി ഖദ് യഖൂമു ഫീഹി ബികമാലിൽ മുതാബഅതി വഖദ് ലാ യഖൂം. ഇനി ശുറൂത്തുകൾ ഇഖ്ലാസോട് കൂടി തന്നെയാണ് അവൻ പ്രവർത്തിച്ചത്, പക്ഷേ ആ പ്രവർത്തിച്ച കാര്യം ഒരുപക്ഷെ സുന്നത്തിനോട് യോജിച്ചതായിരിക്കാം, അല്ലെങ്കിൽ സുന്നത്തിനോട് യോജിക്കാത്ത നിലയിലായിരിക്കാം. അവൻ ഇഖ്ലാസോടെ ഒരു കാര്യം ചെയ്തു, പ്രവൃത്തി ചെയ്യുന്നു, പൂർണ്ണമായിട്ട് ഇഖ്ലാസ് ഉണ്ട്, പക്ഷേ മുതാബഅത്തുൻ നബി അത് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, അതിൽ ഉണ്ടാകാതിരിക്കാം, ചിലപ്പോൾ അത് ശരിയായ നിലയിലായിരിക്കാം. വമാ യഖൂമു ഫീഹി ബിൽ മുതാബഅതി ഖദ് യസ്ബുതു അലൈഹി വഖദ് യുസ്റഫു ഖൽബുഹു അൻ. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും യോജിച്ചു. ഇൽമുണ്ട്, അതേപോലെ തന്നെ അത് ചെയ്യാനുള്ള മനസ്സുണ്ട്, അതിനുള്ള ശേഷിയുണ്ട്, ഇഖ്ലാസ് ഉണ്ട്, മുതാബഅത്തുൻ നബി ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ അതിൽ നൈരന്തര്യം ഉണ്ടാവുക എന്നുള്ളത്, നിരന്തരം ആ കർമ്മം ചെയ്യാൻ ചിലപ്പോൾ ചില ആളുകൾക്ക് സാധിച്ചേക്കാം, ചിലപ്പോ അവന്റെ ഹൃദയം അതിൽ നിന്ന് എന്ത് ചെയ്തേക്കാം, തെറ്റിപ്പോയേക്കാം. നിരന്തരം അത് പ്രവർത്തിക്കാൻ ചിലപ്പോൾ അവനക്ക് സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ മുസ്തഖീമായ പാത ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അത് നിരന്തരം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ അള്ളാഹുവിന്റെ സഹായം കൂടിയേ തീരൂ. അതുകൊണ്ട് നിരന്തരം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. എത്ര ശരിയായ ഇൽമുള്ളയാളാണെങ്കിലും, അതല്ലെങ്കിൽ അമലുകൾ എത്ര ധാരാളം ചെയ്യുന്നയാളാണെങ്കിലും എന്ത് ചെയ്യേണ്ടതുണ്ട്, ഏത് സമയവും ഇവൻ ഈ പാതയിൽ തെറ്റിപ്പോകാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം എന്ത് ചെയ്യണം, ചോദിച്ചുകൊണ്ടേയിരിക്കണം. അത് മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കണം ചോദിക്കേണ്ടത്. നിരന്തരം നാം ചോദിക്കുന്നുണ്ട് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പക്ഷെ പലപ്പോഴും ഹൃദയത്തിൽ തട്ടാത്ത ചോദ്യങ്ങളാണ്. ഹൃദയം അറിഞ്ഞുകൊണ്ട് അള്ളാഹുവേ മുസ്തഖീമായ പാതയിൽ നീ എന്നെ സഞ്ചരിപ്പിക്കണമേ എന്ന് നിരന്തരം അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കൽ ഈ കാരണങ്ങളാലെല്ലാം അനിവാര്യമാണ്. വഹാദാ കുല്ലുഹു വാഖിഉൻ സാരിം ഫിൽ ഖൽഖി ഫമുസ്തഖില്ലുൻ വമുസ്തക്സിറുൻ. ഇതെല്ലാം സൃഷ്ടികളിൽ ധാരാളമായി നടന്നുവരുന്ന യാഥാർത്ഥ്യങ്ങളാണ്. കൂടിയും കുറഞ്ഞും പല രീതിയിൽ എന്ത് ചെയ്യുന്നു, ആളുകളിൽ ഉള്ള കാര്യങ്ങളാണ്. ഇൽമുണ്ടാകാം, ചിലപ്പോൾ ഇൽമില്ലാതിരിക്കാം, ഇൽമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാകാം, ചെയ്യാത്തവരുണ്ടാകാം, ശരിയായ നിലയിൽ ചെയ്യുന്നവരുണ്ടാകാം,
ശരിയായ നിലയിൽ ചെയ്യാത്തവരുണ്ടാകാം, ഇഖ്ലാസോടെ ചെയ്യുന്നവരുണ്ടാകാം. ഇങ്ങനെ പല ഇതും എന്ത് ചെയ്യുന്നുണ്ട്, സൃഷ്ടികളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പൂർണ്ണാർത്ഥത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നുള്ളത്, അത് അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ്. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, വലൈസ ഫീ തുബാഇൽ അബ്ദി അൽ ഹിദായത്തു ഇലാ ദാലിക്. ഇതിലേക്ക്, ഈ മുസ്തഖീമായ പാതയിലേക്ക് ഹിദായത്ത് ലഭിക്കുക എന്നുള്ളത് അത് മനുഷ്യന്റെ പ്രകൃതത്തിൽ, സ്വാഭാവിക പ്രകൃതത്തിൽ പെട്ടതല്ല. അതായത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് എന്ത് ചെയ്യുള്ളൂ, ഹിദായത്ത് ലഭിക്കുകയുള്ളൂ. അതല്ലാതെ വേറെ ആർക്കും ഹിദായത്ത് ലഭിക്കില്ല. അള്ളാഹു ആർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അവനാണ് അള്ളാഹു ഹിദായത്ത് കൊടുക്കുന്നത്. അതിന് വേറെ മാനദണ്ഡങ്ങളൊന്നുമില്ല. അള്ളാഹു ആർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചോ അവന് കൊടുക്കൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിർബന്ധമായി അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം ആ ഹിദായത്തിന് വേണ്ടിയിട്ട്. ബൽ മതാ വകില ഇലാ തുബാഇഹി ഹീല ബൈനഹു വബൈന ദാലിക കുല്ലി വഹാദാ ഹുവൽ ഇർകാസുൽ ലദി അർകസല്ലാഹു ബിഹിൽ മുനാഫിഖീന ബിദുനൂബിഹിം. എപ്പോഴാണോ അവൻ അവന്റെ പ്രകൃതത്തിലേക്ക് ഏൽപ്പിക്കുന്നത്, അപ്പോ എന്ത് ചെയ്യും, അവന്റെയും ഇതിന്റെയും ഇടയിൽ ഒരു മറ സ്ഥാപിക്കപ്പെടും. മുസ്തഖീമായ പാതയുടെയും അവന്റെയും ഇടയിൽ ഒരു മറയുണ്ടാകും. അവൻ അവന്റെ പ്രകൃതത്തിൽ നടക്കുകയാണ്. എനിക്ക് സ്വയം പര്യാപ്തതയുണ്ട്, ഞാൻ ഹിദായത്ത് കണ്ടെത്താൻ എനിക്ക് ശേഷിയുള്ളവനാണ്, എനിക്ക് ഇൽമുള്ളവനാണ്, എനിക്ക് അറിവുള്ളവനാണ്, എനിക്ക് എന്തുണ്ട്, വലിയ സ്വാധീനങ്ങളുണ്ട്, നേരായ പാതയിലൂടെ പോകാൻ എനിക്ക് കഴിയും എന്നൊരാൾ സ്വയം അവനെ തന്നെ എന്ത് ചെയ്യാൻ ആശ്രയിക്കുകയാണ്. സ്വയം അവന്റെ നഫ്സിനെ അവൻ എന്ത് ചെയ്യുന്നു, അതിന്റെ മേൽ ഭരമേൽപ്പിക്കുന്നു, അതിലവൻ തവക്കുലാക്കുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവന് ഹിദായത്ത് ലഭിക്കുകയില്ല. ഈ മുസ്തഖീമായ പാതയുടെയും അവന്റെയും ഇടയിൽ എന്ത് ചെയ്യപ്പെടും, ഒരു മറ സ്ഥാപിക്കപ്പെടും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനൂബുകൾ കാരണം, പാപങ്ങൾ നിമിത്തം മുനാഫിഖീങ്ങളായ ആളുകളെ അള്ളാഹു തലകീഴായി തിരിച്ചു കളഞ്ഞത് അപ്രകാരമാണ് എന്ന് ഇമാം അവറുകൾ പറയുകയാണ്. ഫഅആദഹും ഇലാ തുബാഇഹിം. അങ്ങനെ അവരെ അള്ളാഹു അവരുടെ പ്രകൃതിയിലേക്ക് എന്ത് ചെയ്തു, മടക്കി വിട്ടു. വമാ ഖുലിഖത് അലൈഹി നുഫൂസുഹും മിനൽ ജഹ്ലി വദ്ദുൽമി. ഏതൊന്നിന്റെ മേലാണോ അവരെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്, ജഹ്ലിനാൽ ദുൽമിനാൽ, അതിലേക്ക് അവരെ മടക്കി. അപ്പോ അവർ അവിവേകികളാണ്, അവർ അക്രമത്തിലാണ്, ഇരുളിലാണ്. അതിൽ നിന്ന് അള്ളാഹുവാണ് അവർക്ക് വെളിച്ചം നൽകേണ്ടത്. ഇതിന് ആര് സന്നദ്ധരയില്ലയോ, അള്ളാഹുവിന്റെ സഹായം ചോദിക്കാൻ അള്ളാഹുവിന്റെ മേൽ ആര് ചാരണം കൊള്ളുന്നില്ലയോ അവനെ അള്ളാഹു എന്ത് ചെയ്യും, അവന്റെ ശരിയായ അവസ്ഥയിൽ തന്നെ ജഹലിലും ദുൽമിലുമായിട്ട് അള്ളാഹു അവനെ അവശേഷിപ്പിക്കും. എന്നാൽ അള്ളാഹുവിന്റെ സഹായം തേടുകയും അവനോട് അതിനു വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നവർ അള്ളാഹു എന്ത് ചെയ്യും, ശരിയായ പാതയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഇമാം അവറുകൾ പറയുന്നത് നിരന്തരം എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇത് വിശ്വാസി ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. എന്നിട്ട് വളരെ സുന്ദരമായ ചില വിശദാംശങ്ങൾ കൂടി ഈ വിഷയത്തിൽ നൽകുന്നുണ്ട്. വറബ്ബു തബാറക വതആല അലാ സിറാത്തിൻ മുസ്തഖീമിൻ ഫീ ഖദാഇഹി വഖദരിഹി വനഹിഹി വഅംരി. അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്തഖീമായ പാതയിൽ, മുസ്തഖീമായ സിറാത്തുൽ മുസ്തഖീമിലാണ് അല്ലാഹു എന്ന് പറഞ്ഞാൽ അവന്റെ ഖളാഉകൾ, അവന്റെ വിധികൾ, അവന്റെ തീരുമാനങ്ങൾ, അവന്റെ കൽപ്പനകൾ, അവന്റെ വിരോധങ്ങൾ, ഇതെല്ലാം മുസ്തഖീമായ, സിറാത്തുൽ മുസ്തഖീമായ രീതിയിലാണ്. അള്ളാഹു ഏതൊരു തീരുമാനമെടുക്കുന്നുവോ, ഏതൊരു വിധി നടപ്പിലാക്കുന്നുവോ, ഏത് കൽപ്പന നൽകുന്നുവോ, ഏത് നിരോധനം നൽകുന്നുവോ, ഇതൊക്കെ എന്താണ്, ഏറ്റവും ചൊവ്വായ, ഏറ്റവും മുസ്തഖീമായ രീതിയിലായിരിക്കും അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ. ഏത് തീരുമാനാകട്ടെ, പലപ്പോഴും മനുഷ്യരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പലതും ഉണ്ടാകാം. എന്നാൽ അള്ളാഹു ഒരു കാര്യം എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിരോധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശരിയായതായിരിക്കും. അള്ളാഹു ഏതൊരു കാര്യം കൽപ്പിക്കുന്നോ അത് അതിൽ നിന്നുണ്ടാവുകയില്ല, ഒരുവിധ നഷ്ടങ്ങളും ഒരു മനുഷ്യന് സംഭവിക്കാനില്ല, അത് മുറുകെ പിടിക്കുന്നതിലൂടെ. ഏതൊന്ന് നിരോധിക്കുന്നുവോ അതിനെ ഉപേക്ഷിക്കുന്നതിലാണ് നന്മ. അത് പ്രവർത്തിച്ചാൽ അവനെന്തുണ്ടാവും, നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകും. അപ്പൊ അള്ളാഹുവിന്റെ ഏത് തീരുമാനങ്ങളുടെ കാര്യത്തിലും കൽപ്പനയുടെ കാര്യത്തിലും അവൻ മുസ്തഖീമായ പാതയിലാണ്. ഫയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീമിൻ ബിഫദ്ലിഹി വറഹ്മതി. അങ്ങനെ അള്ളാഹു എന്ത് ചെയ്യുന്നു, ആ മുസ്തഖീമായ പാതയിലേക്ക് അവന്റെ ഫദ്ല് കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട് എന്ത് ചെയ്യുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ അതിലേക്ക് വഴി നടത്തുകയാണ്. അവന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ്, അവന്റെ ഫദ്ല് കൊണ്ട് മാത്രമാണ്. ഇത് ഒരു വിശ്വാസി തിരിച്ചറിയണം. നമുക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാൻ, ഈമാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ, തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കാൻ, സുന്നത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ, ശരിയായ മാർഗം ഏതാണെന്ന് മനസ്സിലാക്കാൻ അതിന് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ
അപാരമായ ഫള് കാരണത്താലാണ്, റഹ്മത്ത് കാരണത്താലാണ്. വേറെ എത്രയോ ആളുകളുണ്ട് സമൂഹത്തിൽ, എത്ര വലിയ സ്വാധീനമുള്ള, എത്ര സമ്പത്തുള്ള, എത്ര അധികാരമുള്ള, എത്ര പ്രശസ്തിയുള്ള എത്രയോ ആളുകളുണ്ട്. അവർക്കൊന്നും അള്ളാഹു കൊടുക്കാതെ അവന്റെ ഫള് കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹു ദീൻ മനസ്സിലാക്കാനും പഠിക്കാനും നേരായ മാർഗത്തിൽ നിലകൊള്ളാനും തൗഫീക്ക് നൽകുന്നത്. അത് അള്ളാഹുവിന്റെ ഫളാണ്, അള്ളാഹുവിന്റെ റഹ്മത്താണ്, അത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ്. വജഅലിഹിൽ ഹിദായത ഹൈസു തസ്ലുഹ്, അള്ളാഹു അവന്റെ ഹിദായത്തിനെ സജ്ജീകരിക്കുന്നത്, അതിനെ സ്ഥാപിക്കുന്നത് ഏറ്റവും നല്ല സ്ഥലങ്ങളിലായിരിക്കും. ആർക്കാണോ അത് അനുയോജ്യമായത് അവന് അള്ളാഹു കൊടുക്കുള്ളൂ, അനുയോജ്യമല്ലാത്തവർക്ക് കൊടുക്കുകയില്ല. എവിടെയാണോ ആ ഹിദായത്ത് സ്യൂട്ടബിൾ ആണ് എന്ന് തോന്നണത്, ശരിയാണെന്ന് തോന്നണത്, അവർക്ക് അള്ളാഹു എന്ത് ചെയ്യുള്ളൂ? ഹിദായത്ത് കൊടുക്കുകയുള്ളൂ. വയസ്രിഫു മൻ യശാഉ അൻ സിറാത്തിഹിൽ മുസ്തഖീമി ബിഅദ്ലിഹി വഹിക്മതി, എന്നാൽ മുസ്തഖീമായ പാതയിൽ നിന്ന് അള്ളാഹു എന്ത് ചെയ്യും? ആളുകളെ തിരിച്ചുവിടും. അതിൽ നിന്ന് അള്ളാഹു മനുഷ്യനെ വഴിതെറ്റിച്ചു വിടും. എന്താണ് അതിന് കാരണം? അത് അള്ളാഹുവിന്റെ ഹിക്മത്താണ്, അവന്റെ അദിലാണ്, അവന്റെ നീതി ബോധമാണ്. എല്ലാവർക്കും അത് കൊടുക്കുകയില്ല. കൊടുക്കാത്തതിന് എന്തുണ്ടാകും? ചില ഹിക്മത്തുകൾ ഉണ്ടാകും, ചില നീതീകരണം അതിനുണ്ടാകും. തീർച്ചയായും അള്ളാഹു അക്രമം ചെയ്യുന്നവനല്ല. അപ്പൊ ആരെങ്കിലും വഴി തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണങ്ങളുണ്ട്. ലിഅദമി സ്വലാഹിയത്തിൽ മഹല്ലി, കാരണം അവനിൽ ഹിദായത്ത് കൊടുക്കുക എന്നുള്ളത് അതിനുള്ള യോജിച്ച മഹല്ലല്ല അവന്റെ ഹൃദയം. അള്ളാഹുവിന്റെ മഹത്തായ ഈ നൂർ പ്രകാശം നിലകൊള്ളാൻ ഒരിക്കലും യോജിച്ചതല്ല അവന്റെ ഹൃദയം എന്നുള്ളത് കൊണ്ടാണ്. അവന്റെ ഹൃദയം പാപങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല പാപങ്ങൾ കാരണത്താൽ എന്ത് ചെയ്യും? അള്ളാഹു ആളുകളെ വഴിതിരിച്ചുവിടും. അപ്പോ അവന്റെ ഹൃദയം അത് ഉൾക്കൊള്ളാൻ പാകപ്പെട്ടതല്ല, അതിന് ശരിയായതല്ല എന്നുള്ള കാരണത്താലാണ് ചില ആളുകൾ എന്ത് ചെയ്യുന്നത്? മുസ്തഖീമായ പാതയിൽ നിന്ന് അള്ളാഹു അകറ്റിവിടും. വദാലിക മൂജിബു സിറാത്തുഹിൽ മുസ്തഖീമിൽ ലദീ ഹുവ അലൈഹി, അള്ളാഹു ഏതൊരു മുസ്തഖീമായ പാതയിലാണോ നിലകൊള്ളുന്നത് അതിന്റെ അനിവാര്യമായ താല്പര്യമാണത്. അവനെ ഉദ്ദേശിക്കുന്നവരെ എന്ത് ചെയ്യുന്നു? അവന്റെ ഫള് കൊണ്ട് അതിലേക്ക് ചേർക്കുന്നു. അത് ഏറ്റവും നല്ല മഹല്ലായിരിക്കും, അത് സ്വീകരിക്കാൻ പാകത്തിനുള്ളതായ ഹൃദയമായിരിക്കും. അങ്ങനെ അല്ലാത്ത ഹൃദയങ്ങൾ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് അകറ്റിവിടുകയും ചെയ്യുന്നു. ഫഹുവ അലാ സിറാത്തിൻ മുസ്തഖീമിൻ, അള്ളാഹു മുസ്തഖീമായ സിറാത്തിലാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വനസബ ലിഇബാദിഹി മിൻ അംരിഹി സിറാത്തൻ മുസ്തഖീമൻ, എന്നിട്ട് അള്ളാഹു അവന്റെ അടിമകൾക്ക് വേണ്ടി മുസ്തഖീമായ ഒരു പാത സ്ഥാപിച്ചു കൊടുത്തിരിക്കുകയാണ്. ഏറ്റവും ശരിയായ ഒരു വഴി അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു? അവന്റെ അടിമകൾക്ക് വേണ്ടി സ്ഥാപിച്ചു കൊടുത്തിരിക്കുകയാണ്. ദഅാഹും ജമീഅൻ ഇലൈഹി ഹുജ്ജതൻ മിൻഹു വഅദ്ല, എന്നിട്ട് അവരെ മുഴുവനും അള്ളാഹു എന്ത് ചെയ്യുന്നു? ആ പാതയിലേക്ക് ക്ഷണിക്കുകയാണ്. അവൻ ആ മുസ്തഖീമായ പാതയിലാണുള്ളത്. അതിലേക്ക് എന്ത് ചെയ്യുന്നു? അവന്റെ അടിയാറുകളെ അള്ളാഹു ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹുജ്ജത്തുകൾ കൊണ്ട്, നീതിയിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ കൊണ്ട് അതിലേക്ക് അള്ളാഹു ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. വഹദാ മൻ ശാഅ മിൻഹും ഇലാ സുലൂകിഹി നിഅമതൻ മിൻഹു വഫദ്ല, എന്നിട്ട് അവന്റെ ആ പാതയിലേക്ക് അവന്റെ അനുഗ്രഹത്താൽ, അവന്റെ ഔദാര്യത്താൽ അവൻ ഉദ്ദേശിക്കുന്നവരെ അതിലേക്ക് എന്ത് ചെയ്യുന്നു? ചേർക്കുന്നു. വലം യഖ്റുജു ബിഹാദൽ അദ്ലി വഹാദൽ ഫദ്ലി അൻ സിറാത്തിഹിൽ മുസ്തഖീമിൽ ലദീ ഹുവ അലൈഹി, അങ്ങനെ ചേർക്കുന്ന ആളുകൾ പിന്നെ എന്ത് ചെയ്യുകയില്ല? ആ പാതയിൽ നിന്ന് അവൻ പുറത്തു പോവുകയില്ല. അവന്റെ ഫദ്ല് കൊണ്ട് നൽകിയിരിക്കുന്ന ആ പാതയിൽ നിന്ന് അവൻ പുറത്തു കടക്കാതെ അതിൽ നിലകൊള്ളുന്നു. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, ഫഇദാ കാന യൗമു ലിഖാഇ, ഇവിടെ മുസ്തഖീമായ ഒരു പാതയുണ്ട്. സിറാത്തുൽ മുസ്തഖീം എവിടെയുണ്ട്? ഇവിടെയുണ്ട്, ദുനിയാവിലുണ്ട്. എന്നിട്ട് ആഖിറത്തിലുള്ള സിറാത്തിലേക്ക് പോവുകയാണ് ഇമാം അവറുകൾ. ഫഇദാ കാന യൗമു ലിഖാഇഹി നസബ ലിഖൽഖിഹി സിറാത്തുൽ മുസ്തഖീമ, ദുനിയാവിൽ അടിമകൾക്ക് വേണ്ടി മുസ്തഖീമായ ഒരു പാത അല്ലാഹു എന്ത് ചെയ്തു? സ്ഥാപിച്ചു കൊടുത്തു. അതേപോലെ തന്നെ അവന്റെ അടിയാറുകൾക്ക് വേണ്ടി, അവന്റെ സൃഷ്ടികൾക്ക് വേണ്ടി അവനെ കണ്ടുമുട്ടുന്ന ആഖിറത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? അവിടെയും മുസ്തഖീമായ ഒരു സിറാത്തിനെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുക്കി വച്ചിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെയും ഒരു സിറാത്തുണ്ട്. യുവസ്സിലുഹും ഇലാ ജന്നതിഹി, എങ്ങനെയുള്ള സിറാത്താണ്? അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് ആ പാതയിലൂടെയാണ്. അതിലൂടെ കടന്നാലേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? സ്വർഗത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. ثم صرف عنه من صرف عنه في الدنيا,
ദുനിയാവിൽ വെച്ച് ഏതൊരുവനെയാണോ ദുനിയാവിലെ മുസ്തഖീമായ പാതയിൽ നിന്ന് അള്ളാഹു തെറ്റിച്ചു കളഞ്ഞത്, അവനെന്ത് ചെയ്യും? ആഖിറത്തിലും ഈ മുസ്തഖീമായ സിറാത്തിൽ നിന്ന് തെറ്റിച്ച് താഴെ വീഴ്ത്തും. അപ്പൊ ദുനിയാവിൽ മുസ്തഖീമായ പാതയിലൂടെ ആർക്ക് നടക്കാൻ സാധിച്ചുവോ അവനക്ക് ആഖിറത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് മറികടക്കാൻ സാധിക്കും. ദുനിയാവിൽ ഈ മുസ്തഖീമായ പാതയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കാത്തവന് ആഖിറത്തിലും സാധിക്കൂല. വഅഖാമ അലൈഹി മൻ അഖാമഹു അലൈഹി ഫിദ്ദുനിയ, ദുനിയാവിൽ ഈ മുസ്തഖീമായ പാതയിൽ അടിയുറച്ച് നിലനിർത്തിയവനെ ആരാണോ അവനെ അള്ളാഹു എന്ത് ചെയ്യും? ആഖിറത്തിലും ഈ മുസ്തഖീമായ സിറാത്തിലും എന്ത് ചെയ്യും? അടിയുറപ്പിച്ച് നിർത്തും. അതിലവന് എന്തുണ്ടാവുകയില്ല? ഇളക്കമുണ്ടാവുകയില്ല. വജഅല നൂറൽ മുഅ്മിനീന ബിഹി വബിറസൂലിഹി വമാ ജാഅ ബിഹി അല്ലദീ കാന ഫീ ഖുലൂബിഹിം ഫിദ്ദുനിയ നൂറൻ ളാഹിറൻ. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്കുള്ള പ്രകാശത്തെ, അതായത് ഈ മുസ്തഖീമായ പാതയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ എന്ത് വേണം? വെളിച്ചം വേണം. പ്രകാശം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിലൂടെ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കാലിടറി നിലത്ത് വീഴും. അപ്പോ മുഅ്മിനീങ്ങൾക്ക് പ്രകാശത്തെ അവൻ നൽകിയിരിക്കുകയാണ്. എന്തിലൂടെ? അള്ളാഹുവിന്റെ പ്രകാശം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്ന പ്രകാശം, റസൂലിന്റെ പ്രകാശം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്ന ദീനിന്റെ ഈമാനിന്റെ പ്രകാശം. ഇതാണ് അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നത്? നൽകിയിരിക്കുന്നത്. അത് അവരുടെ ഹൃദയങ്ങളിലുണ്ട്. അള്ളാഹുവിനെ സ്വീകരിച്ചപ്പോൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചപ്പോൾ, റസൂൽ കൊണ്ടുവന്നിരിക്കുന്ന ദീനിനെ സ്വീകരിച്ചപ്പോ അവരുടെ ഹൃദയത്തിൽ ആ ഈമാൻ, ആ പ്രകാശം ചെയ്തിരിക്കുകയാണ്, അവർ സ്വീകരിച്ചിരിക്കുകയാണ്. ആ പ്രകാശത്തും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ആ വഴിയിലൂടെ വഴി തെറ്റാതെ സഞ്ചരിക്കാൻ സാധിക്കും. കാന ഫീ ഖുലൂബിഹിം ഫിദ്ദുനിയ, അത് അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു ദുനിയാവിൽ വച്ചിട്ട്. നൂറൻ ളാഹിറൻ, വളരെ പ്രകടമായ പ്രകാശമായിട്ട്. യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം ഫീ ദുൽമത്തിൽ ജിസ്ർ, ഈ ആഖിറത്തിലുള്ള ജിസ്റുണ്ടല്ലോ, പാലമുണ്ടല്ലോ, മുസ്തഖീമായ പാതയുണ്ടല്ലോ, അതിൽ ഇവരുടെ മുന്നിലും പിന്നിലുമായിട്ട് എന്ത് ചെയ്യും? ഈ പ്രകാശം അവരെ നയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ദുനിയാവിൽ ഈമാൻ സ്വീകരിച്ച കാരണത്താൽ അവരുടെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടുകൊടുത്തിരിക്കുന്ന ഈ പ്രകാശം ആഖിറത്തിൽ എന്ത് ചെയ്യും? മുസ്തഖീമായ പാതയിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് അള്ളാഹു അവർക്ക് ഒരു പ്രകാശമാക്കി കൊടുക്കും. വഹഫിള അലൈഹിം നൂറഹും ഹത്താ ഖതഉ, അങ്ങനെ ആ പാലം മുറിച്ചു കടക്കുന്നത് വരെയും എന്ത് ചെയ്യും? അവരുടെ ആ പ്രകാശത്തെ അള്ളാഹു അവർക്ക് വേണ്ടി സംരക്ഷിച്ചു കൊടുക്കും. കമാ ഹഫിള അലൈഹിമുൽ ഈമാന ഹത്താ ലഖൗ, അള്ളാഹുവിനെ കണ്ടെത്തുന്നവരെയും ഈമാനാകുന്ന പ്രകാശത്തെ അള്ളാഹു എന്ത് ചെയ്തതുപോലെ അവർക്ക് സംരക്ഷിച്ച് സൂക്ഷിച്ചു കൊടുത്തതുപോലെ നാളെ ആഖിറത്തിൽ അതിന്റെ പ്രകാശം ഈ പാലം മുറിച്ചു കടക്കാനും അള്ളാഹു എന്ത് ചെയ്യും? അവർക്ക് സജ്ജീകരിച്ചു കൊടുക്കും. എന്നാൽ മുനാഫിഖീങ്ങളുടെ പ്രകാശത്തെ അള്ളാഹു കെടുത്തിക്കളയും. പ്രകാശത്തെ ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന ഘട്ടം ഏതാണോ അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും? പ്രകാശം നഷ്ടപ്പെട്ടു പോവും. ഈ പാതയിലൂടെ മുറിച്ച് സ്വർഗത്തിൽ കടക്കണമെങ്കിൽ അവർക്ക് വെളിച്ചം വേണം. അവിടെയാണ് വെളിച്ചം യഥാർത്ഥത്തിൽ വേണ്ടത്. പക്ഷെ ആ സമയത്ത് എന്ത് ചെയ്യുന്നു? അവരുടെ പ്രകാശം നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? കാലിടറി വീഴുന്നതാണ്. കമാ അത്ഫഅഹു മിൻ ഖുലൂബിഹിം ഫിദ്ദുനിയ, ദുനിയാവിൽ അവരുടെ ഹൃദയത്തിൽ പ്രകാശത്തെ കെടുത്തി കളഞ്ഞതുപോലെ. അപ്പൊ ഈമാനിൽ നിന്ന് തെറ്റിയാൽ ഹൃദയത്തിൽ പ്രകാശം നഷ്ടപ്പെട്ടു പോകും. അതേപോലെ തന്നെ ആഖിറത്തിലും അവർക്ക് ഇത് മുറിച്ചു കടക്കാനുള്ള പ്രകാശം ലഭിക്കുകയില്ല. അപ്പൊ ഏതൊരുവന്റെ ഈമാനാണോ ശക്തിയാർജിക്കുന്നത് അതിനനുസൃതമായി ആഖിറത്തിൽ പാലത്തിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈമാനിന്റെയും അമലുകളുടെയും വർധനവിനനുസരിച്ച് വളരെ വേഗതയിൽ, കുതിരയുടെ സ്പീഡിന് സമാനം, അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യും? പ്രകാശത്തിന്റെ പല രീതിയിൽ ഈ പാലം കടന്നു പോകുന്ന ആളുകൾ ഉണ്ടാവും. എന്നാൽ ഈമാൻ കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അതിന്റെ വേഗതയും കുറഞ്ഞു വരും. ഈമാൻ നഷ്ടപ്പെടുമോ എന്ന് ചെയ്യും? അവന്റെ സഞ്ചാരവും അവിടെ മുടങ്ങിപ്പോകുന്നതാണ്. എന്നിട്ട് ഇമാമുകൾ പറയുകയാണ്, ഉസാത്തുകളായ ആളുകൾ, പാപികളായ ആളുകൾ, അവരുടെ അമലുകളെ ഈ പാതയുടെ ഇരുവശത്തും അള്ളാഹു സ്ഥാപിക്കും. കലാലീബ വഹസകൻ, അവരെ പിടിക്കുന്ന നായ്ക്കളും അതേപോലെ ഇരുമ്പിന്റെ കെണികള്, കുളത്തുകള് ഇവകളായിട്ട് സ്ഥാപിക്കും. തഖ്തിഫുഹും കമാ ഖതഫതുഹും ഫിദ്ദുനിയ അനിൽ ഇസ്തിഖാമത്തി അലൈഹി, ദുനിയാവിൽ ശരിയായ പാതയിലൂടെ സഞ്ചരിക്കാതെ അവനെ
എന്ത് ചെയ്തപ്പോൾ ഈ പാപങ്ങൾ എന്ത് ചെയ്തു, അതിൽ നിന്ന് റാഞ്ചിയെടുത്തതുപോലെ ഈ അമലുകൾ എന്ത് ചെയ്യും, ഈ പാർശ്വങ്ങളിൽ നിന്ന് ഇവരെ റാഞ്ചിയെടുത്ത് നരകത്തിലേക്ക് എന്ത് ചെയ്യും, വലിച്ചിടും. അപ്പൊ ഇവരുടെ പാപങ്ങൾ എന്ത് ചെയ്യും, ഈ പാലത്തിന്റെ സുറാത്തിന്റെ ഈ വശങ്ങളിലും ഉണ്ടാകും. ദുനിയാവിൽ ഇവരുടെ പാപങ്ങൾ എങ്ങനെയാണോ അവരെ വഴിതെറ്റിച്ചു വിട്ടത്, അതേപോലെ ആഖിറത്തിലും എന്ത് ചെയ്യും, ഈ ശരിയായ പാതയിൽ നിന്ന് അവരെ പിടിച്ച് എന്ത് ചെയ്യും, റാഞ്ചി എടുത്തിട്ട് എന്ത് ചെയ്യുന്നതാണ്, നരകത്തിലിടുന്നതാണ്. വജഅല ഖുവത സൈരിഹിം വസുർഅതിഹിം അലാ ഖദ്രി ഖുവതി സൈരിഹിം വസുർഅതിഹിം ഫിദ്ദുനിയ. ദുനിയാവിൽ മുസ്തഖീമായ പാതയിലൂടെ എത്ര വേഗതയിലാണോ ആളുകൾ സഞ്ചരിച്ചത്, അതിനനുസൃതമായിട്ട് തന്നെ എന്ത് ചെയ്യും, ആഖിറത്തിലും ഈ പാതയിലൂടെ ആളുകൾ എന്ത് ചെയ്യും, വേഗതയിൽ സഞ്ചരിക്കും. ഇവിടെ നല്ല വേഗതയിലാണ് മുസ്തഖീമായ പാതയിലൂടെ പോയതെങ്കിൽ അവിടെയും നല്ല വേഗതയിൽ എന്ത് ചെയ്യാൻ സാധിക്കും, അത് മറികടക്കാൻ സാധിക്കും. ഇവിടെ ആടിയും ഒലഞ്ഞും തെറ്റിയും എല്ലാമാണ് ഇതിലൂടെ പോയതെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഇത് തന്നെയായിരിക്കും അവസ്ഥ. ഇവിടെ പൂർണ്ണമായിട്ട് ഈ പാതയിൽ നിന്ന് ഒരാൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഈ പാതയിൽ നിന്ന് തെറ്റിപ്പോകുന്നതാണ്. എന്നിട്ട് വീണ്ടും ഇമാമുകൾ പറയുകയാണ്, വനസബലിൽ മുഅ്മിനീന ഹൗദൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹൗദും വിശ്വാസികൾക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട്. യശ്റബൂന മിൻഹു ബിഇസാഇ ശുർബിഹിം മിൻ ശർഇഹി ഫിദ്ദുനിയ. എന്തിനാണ് അല്ലാഹു ആ ഹൗദ് ആഖിറത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്? ദുനിയാവിൽ അവന്റെ പരിശുദ്ധമായ ഷറഇനെ പാനം ചെയ്ത കാരണത്താൽ, അതിന് മുഖാബിലയായിക്കൊണ്ട്, അതിന് പകരമായിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ ഏതൊരുവൻ സ്വീകരിച്ച് അതിനെ പാനം ചെയ്തുവോ അതിന് പകരമായി കൊണ്ട് നാളെ ആഖിറത്തിൽ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൗള് അള്ളാഹു ചെയ്തിട്ടുണ്ട്, സജ്ജീകരിച്ചിട്ടുണ്ട്. വഹറമ മിന ശുർബി മിൻഹു ഹുനാക മൻ ഹറമഹു മിന ശുർബി മിൻ ശർഇഹി വദീനിഹി ഹുന. എന്നാൽ ആഖിറത്തിൽ അതിനെ തടയുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ ഹൗളിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിനെ തൊട്ട് തടയും. ആരെയാണ് തടയുന്നത്? ദുനിയാവിൽ അവന്റെ ദീനിനെ സ്വീകരിക്കാൻ സന്നദ്ധനാകാതെ മടിച്ചു നിന്ന ആളുകൾക്ക് എന്ത് ചെയ്യൂല, നാളെ ആഖിറത്തിലും ഈ പാനീയം രുചിക്കാൻ, അത് കുടിക്കാൻ സാധിക്കുകയില്ല. അതിനുശേഷം ഇമാമുകൾ പറയുന്നു, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ഈമാൻ യഥാവിധമായിരിക്കണം, സുന്നത്ത് യഥാവിധം മുറുകെ പിടിക്കണം. ബിദ്അത്തുകൾ വരുന്ന ആളുകളെ എന്ത് ചെയ്യും, ഈ ഹൗലിന്റെ അരികിലേക്ക് വരുമ്പോൾ അവരെ ആട്ടിയകറ്റും എന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോ തൗഹീദും ഈമാനും സുന്നത്തുമെല്ലാം ശരിയായ നിലയിലാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഈ പാലത്തിലൂടെ മുറിച്ചു കടക്കലും അതേപോലെ ഈ ഹൗലിൽ നിന്ന് പാനം ചെയ്യലെല്ലാം സാധിക്കുകയുള്ളൂ. ഫൻദുർ ഇലൽ ആഖിറതി കഅന്നഹാ റഅയു ഐനി. എന്നിട്ട് ഇമാം അവர்கள் പറയുകയാണ്, അതുകൊണ്ട് നീ ആഖിറത്തിലേക്കൊന്ന് നോക്കൂ, അതിനെ നിനക്ക് നേരിൽ കാണുന്നത് പോലെ അനുഭവപ്പെടും. അതായത് ആഖിറത്തിൽ ശരിയായ വഴിയിലൂടെ സ്വർഗത്തിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മുടെ ഭൂമിയിലും അള്ളാഹു സജ്ജീകരിച്ചിട്ടുണ്ട് എന്തിനെ, ഈ മുസ്തഖീമായ പാതയെ, സ്വർഗത്തിലേക്കുള്ള വഴിയെ ഭൂമിയിൽ അള്ളാഹു സജ്ജീകരിച്ചിട്ടുണ്ട്. അതിലൂടെ ആരാണോ ശരിയായ നിലയിൽ സഞ്ചരിക്കുന്നവൻ അവന് എന്തിനു സാധിക്കുള്ളൂ, ആഖിറത്തിലും ഈ വഴിയിലൂടെ സ്വർഗത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോ ആഖിറത്തിലെ ഈ കാഴ്ച നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? റഅയൽ ഐൻ, നിന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാം. എവിടെ? ദുനിയാവിൽ വെച്ച് നിനക്ക് തന്നെ കാണാം. സ്വർഗത്തിലേക്കുള്ള അവന്റെ പലായനം, അവന്റെ സഞ്ചാരത്തെ ദുനിയാവിൽ വെച്ച് തന്നെ അവന്റെ കണ്ണുകൊണ്ട് കാണാവുന്ന നിലയിലാണ് അള്ളാഹു ചെയ്തിരിക്കുന്നത്, സജ്ജീകരിച്ചിരിക്കുന്നത്. അതായത് ദുനിയാവിൽ അള്ളാഹു ഈ മുസ്തഖീമായ സിറാത്തിനെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്, ആഖിറത്തിലും സ്ഥാപിച്ചിട്ടുണ്ട്. ദുനിയാവിൽ ആരാണോ അതിലൂടെ സഞ്ചരിക്കുന്നവൻ, വേഗതയിൽ സഞ്ചരിക്കുന്നവൻ, ആഖിറത്തിലും എന്ത് ചെയ്യും, അതിലൂടെ വേഗതയിൽ സഞ്ചരിച്ച് സ്വർഗത്തിലെത്തും. ദുനിയാവിൽ ഈ പാത വിട്ടുകൊണ്ട് ആരാണോ സഞ്ചരിക്കുന്നത് അവന്റെ അവസ്ഥ അതേപോലെ ആയിരിക്കും ഇവിടെ ആഖിറത്തിൽ. അപ്പൊ ആഖിറത്തിലുള്ള ആ കാഴ്ച നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കണ്ണുകൊണ്ട് കാണാവുന്ന നിലയിലാണ് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്. വതഅമ്മൽ ഹിക്മത്തല്ലാഹി സുബ്ഹാനഹു ഫിദ്ദാറൈൻ. ഈ രണ്ട് ലോകത്തുമുള്ള അള്ളാഹുവിന്റെ ഹിക്മത്തിനെ നീ ഒന്ന് എന്ത് ചെയ്യ്, ചിന്തിച്ച് മനസ്സിലാക്ക്. തഅലം ഹീന ഇദിൻ ഇൽമൻ യഖീനൻ. അപ്പോൾ നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, യഖീനായി ദൃഢമായിട്ട് മനസ്സിലാക്കാം. ലാ ശക്ക ഫീഹി, അതിലൊരു സംശയവുമില്ലാതെ. അന്ന ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവെന്നത് ആഖിറത്തിലേക്കുള്ള കൃഷിയിടം മാത്രമാണ്. വഉൻവാനുഹാ വഉൻമുദജുഹാ, അതിന്റെ ഹെഡിംഗ് ആണ്, തലക്കെട്ടാണ്, തലവാചകമാണ് എന്ത്, ദുനിയാവ് എന്നുള്ളത്. അതിന്റെ മാതൃകയാണ് ദുനിയാവ് എന്നുള്ളത്. അപ്പോ ആഖിറത്തിന്റെ
ഒരു മാതൃക തന്നെയാണ് ഇവിടെ അള്ളാഹു ചെയ്തിരിക്കുന്നത്, സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെ ആരാണോ കൃഷി ചെയ്ത് പാകപ്പെടുത്തി ശരിയായ മാർഗത്തിലൂടെ പോകുന്നത്, ആഖിറത്തിലേക്ക് പോകാനുള്ള നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നവൻ ആരാണോ അതും ചെയ്യാൻ സാധിക്കും, ആഖിറത്തിൽ അവനക്ക് നേടിയെടുക്കാൻ സാധിക്കും. വഅന്ന മനാസിലൻ നാസി ഫീഹാ ഫിസ്സആദതി വശഖാവതി, സന്തോഷത്തിന്റെ കാര്യത്തിലും വിജയത്തിന്റെ കാര്യത്തിലും പരാജയത്തിന്റെ കാര്യത്തിലുമെല്ലാം ജനങ്ങളുടെ മൻസിലകൾ, ജനങ്ങളുടെ സ്ഥാനങ്ങൾ അലാ ഹസബി മനാസിലിഹിം ഫി ഹാദിഹി ദാരി ഫിൽ ഈമാനി വൽ അമലി സ്വാലിഹി വദുദ്ദിഹിമാ, ഈമാനിലും സൽക്കർമ്മങ്ങളിലും ദുനിയാവിൽ വെച്ചൊരു മനുഷ്യന്റെ സ്ഥാനം എന്താണോ അത് തന്നെയായിരിക്കും. ദുനിയാവിൽ ഒരു മനുഷ്യന്റെ ഈമാനിന്റെ സ്ഥാനം എന്താണ്, അവന്റെ സൽക്കർമ്മങ്ങളുടെ സ്ഥാനം എന്താണ്, അതിന്റെ രീതി എങ്ങനെയാണ്, അതിന്റെ ഗുണം എങ്ങനെയാണ്, അതിനനുസൃതമായിരിക്കും ആഖിറത്തിൽ ഒരു മനുഷ്യന്റെ സന്തോഷവും അതേപോലെ തന്നെ ദുഃഖവും പരാജയവും എല്ലാം അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നത്. വബില്ലാഹി തൗഫീഖ്. വഫമിൻ അഅ്ളമി ഉഖൂബാത്തി ദുനിയാ ഉഖൂബാത്തി ദുനൂബ്, അതുകൊണ്ട് പാപങ്ങൾ ചെയ്യുന്നതിന്റെ പ്രത്യാഘാതങ്ങളിൽ, ശിക്ഷകളിൽ ഏറ്റവും ഗുരുതരമായതാണ് അൽ ഖുറൂജു അനി സിറാത്തിൽ മുസ്തഖീമി ഫി ദുനിയ വൽ ആഖിറ. മുസ്തഖീമായി ഈ നേരായ പാതയുണ്ടല്ലോ, പാലമുണ്ടല്ലോ, ആ പാലത്തിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളത്. ആരാണോ പാപങ്ങൾ ചെയ്യുന്നത് അവനെന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, ഈ മുസ്തഖീമായ പാതയിലൂടെ, പാലത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുകയില്ല. ദുനിയാവിലും സാധിക്കുകയില്ല, ആഖിറത്തിലും സാധിക്കുകയില്ല. അതായിരിക്കും അപ്പോൾ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്നുള്ളത്. അതിനുശേഷം ഇമാം അവർകൾ വീണ്ടും അടുത്ത ഒരു അധ്യായം വിശദീകരിക്കുകയാണ്. വലമ്മാ കാനത്തി ദുനൂബു മുതഫാവിതതൻ ഫീ ദറജാതിഹാ വമഫാസിദിഹാ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളാണ്. പാപങ്ങൾ അതിന്റെ മഫ്സദത്തുകൾ, നാശങ്ങളും അതിന്റെ ദറജകളും അതിന്റെ സ്ഥാനങ്ങളെല്ലാം വ്യത്യസ്തങ്ങളാണ്. അങ്ങനെയായപ്പോൾ തഫാവത്തു ഉഖൂബാതുഹാ ഫിദ് ദുനിയ വൽ ആഖിറ, അതുകൊണ്ട് തന്നെ ദുനിയാവിലും ആഖിറത്തിലും അതിന് ലഭിക്കുന്ന ശിക്ഷകളും എന്താണ്, വ്യത്യസ്ത തലങ്ങളിലാണ്, വ്യത്യസ്ത രീതികളിലാണ്. ബിഹസബി തഫാവുതിഹ, ആ പാപത്തിന്റെ കയറ്റിറക്കങ്ങൾ കൊണ്ട്, അതിന്റെ മാറ്റങ്ങൾക്കനുസൃതമായി അത് മുഖേനയുണ്ടാകുന്ന നാശവും ശിക്ഷകളും എന്തായിരിക്കും, പല വിധേനയായിരിക്കും. വനഹ്നു നദ്കുറു ഫീഹാ ബിഔനില്ലാഹി വതൗഫീഖിഹി ഫസ്ലൻ വജീസൻ ജാമിഅൻ, അല്ലാഹുവിന്റെ സഹായം കൊണ്ട് വളരെ സമഗ്രമായ, വളരെ ചുരുങ്ങിയ ഒരു അധ്യായം നാം ഇവിടെ എന്ത് ചെയ്യാണ്, ആ വിഷയത്തിൽ സമർപ്പിക്കുകയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, ഫനഖൂൽ, അങ്ങനെ നാം പറയുന്നു, അസ്ലുഹാ നൗആനി, പാപത്തിന്റെ അടിസ്ഥാനം രണ്ട് വിഭാഗമാണ്. ഏത് പാപമാകട്ടെ രണ്ട് വിഭാഗമാണ് പാപങ്ങൾ. ഒന്ന് തർക്കു മഅ്മൂരിൻ വഫിഅലു മഹ്ദൂരിൻ, ഒന്നുകിൽ കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കലാണ്, അതല്ലെങ്കിൽ വിരോധിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ പ്രവർത്തിക്കലാണ്. ഏത് പാപം എടുത്താലും രണ്ടാലൊന്നായിരിക്കും. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, കൽപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഉപേക്ഷിക്കുക, നമസ്കാരം ഉപേക്ഷിക്കുക ഒരു പാപമാണ്. അല്ലെങ്കിൽ കൽപ്പിക്കപ്പെട്ട ഏത് കാര്യമാകട്ടെ, മാതാപിതാക്കളെ അനുസരിക്കൽ, അയൽവാസികളെ ആദരിക്കൽ, അതേപോലെ തന്നെ നന്മകൾ ചെയ്യൽ, ഇതെല്ലാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം പ്രവർത്തിക്കുക, ഇതാണ് പാപത്തിന്റെ ഏറ്റവും അടിസ്ഥാനങ്ങൾ. മനുഷ്യരുടെയും ജിന്നുകളുടെയും പിതാക്കളെ അള്ളാഹു പരീക്ഷിച്ചിരിക്കുന്നത് ഈ രണ്ട് അസുലുകൾ കൊണ്ടാണ്. മനുഷ്യപിതാവായ ആദം അലൈഹിസ്സലാമയെ അള്ളാഹു പരീക്ഷിച്ചു. അതേത് പാപമാണ്? കൽപ്പിച്ചു, കൽപ്പിച്ച കാര്യത്തെ ഉപേക്ഷിച്ചു. നിരോധിച്ചു, നിരോധിച്ച കാര്യത്തെ എന്ത് ചെയ്തു? പ്രവർത്തിച്ചു. പഴം, ഇന്ന പഴം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു, നിരോധനം വന്നു, എന്ത് ചെയ്തു? അത് ഭക്ഷിച്ചു. ഇബ്ലീസിനോട് അള്ളാഹു കൽപ്പിച്ചു, സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു, അതെന്ത് ചെയ്തില്ല? അനുസരിച്ചില്ല. അപ്പൊ കൽപ്പന എന്ത് ചെയ്യുക? ഉപേക്ഷിക്കുക, നിരോധിച്ചിരിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക. ഇതാണ് പാപങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. വക്കിലാഹുമ, ഈ രണ്ട് അൻവാഅകളും രണ്ട് വിഭാഗങ്ങളും യൻഖസിമു ബിഅതിബാരി മഹല്ലിഹി ഇലാ ളാഹിരിൻ അലൽ ജവാരിഹ്,
വബാത്തിനിൻ ഫിൽ ഖൽബ്. ഇനി ഈ രണ്ട് ഇനങ്ങൾ എന്ത് ചെയ്യാം? വീണ്ടും രണ്ടായിട്ട് വേർതിരിക്കാം. അതിന്റെ മഹല്ലിനെ പരിഗണിച്ച്, അതിന്റെ സ്ഥാനത്തെ പരിഗണിച്ച്. അതായത് അവയവങ്ങൾ കൊണ്ട് വാഹിറായ നിലയിൽ ചെയ്യുന്നവകളുണ്ടാകും, ഹൃദയം കൊണ്ട് ചെയ്യുന്ന ബാത്തുനിയായ പാപങ്ങൾ ഉണ്ടാവും. ഈ രണ്ടിനും ഉണ്ടാവും അങ്ങനെ. അതായത് അള്ളാഹു ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? നിരോധിച്ച നിരോധനങ്ങളുണ്ട്. അത് അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്നതുണ്ടാകും. മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, ഇങ്ങനെയുള്ളത് ലാഹിരിയായ എന്താണ് വിരോധനങ്ങളാണ്. അതേപോലെ തന്നെ അസൂയ പാടില്ല, കിബിർ പാടില്ല, ഇങ്ങനെയുള്ളതായ ഹൃദയം കൊണ്ട് ചെയ്യുന്ന ചില നിരോധനങ്ങളുണ്ട്, ചില പാടില്ലാത്ത കാര്യങ്ങളുണ്ട്, മൻഹിയാത്തുകളുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ എന്തുണ്ട്? അതിന്റെ മഹല്ലിനെ പരിഗണിച്ചുകൊണ്ട് ലാഹിറായതും ബാത്തിനായതും ഉണ്ടാകും. അതേപോലെ തന്നെ എന്താണ് കൽപ്പനകളും അതേപോലെ തന്നെ ബാഹ്യമായ അവയവങ്ങൾ കൊണ്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കൽപ്പനകളുണ്ട്. നമസ്കാരം പോലെ, സക്കാത്ത് പോലെ, ഹജ്ജ് പോലെ ഇങ്ങനെയുള്ളതായ കർമ്മങ്ങൾ. ഹൃദയം കൊണ്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കൽപ്പനകളുണ്ട്. അള്ളാഹുവിനോട് സ്നേഹം കാണിക്കുക, അതേപോലെ തന്നെ തവക്കുല് കാണിക്കുക. ഇതൊക്കെ ഹൃദയം കൊണ്ട് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അമലുകളാണ്. അപ്പൊ അതിന്റെ മഹല്ലിനെ പരിഗണിക്കുമ്പോൾ ഈ രണ്ട് നൗഉകളും എന്ത് ചെയ്യുന്നു? രണ്ട് വിഭാഗങ്ങളായിട്ട് വേറെ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ വബിഅതിബാരി മുതഅല്ലഖിഹി ഇലാ ഹഖ്ഖിൻ ലില്ലാഹി വഹഖ്ഖിൻ ലിഖൽഖിഹി, ഈ പാപം അത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണോ അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടായിട്ട് വേർതിരിക്കുന്നുണ്ട്. ഒന്ന് അള്ളാഹുവുമായി ബന്ധപ്പെട്ട പാപങ്ങളായിരിക്കും, ഒന്ന് സൃഷ്ടികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പാപങ്ങളായിരിക്കും. വഇൻ കാന കുല്ലു ഹഖ്ഖിൻ ലിഖൽഖിഹി ഫഹുവ മുതളമ്മിനു ലിഹഖ്ഖിഹി, ഏതെങ്കിലും അടിമകളോട്, സൃഷ്ടികളോട് ഉള്ള ഏതെങ്കിലും ഒരു ഹക്കിനെ ആരെങ്കിലും ലംഘിച്ചാൽ അത് യഥാർത്ഥത്തിൽ ആർക്കുള്ള ഹക്കിനെ തന്നെയാണ് ലംഘിക്കണേ? അള്ളാഹുവിനുള്ള ഹക്കിനെ തന്നെയാണ് എല്ലാം ലംഘിക്കുന്നത്. ഒരു സൃഷ്ടിയോട് ഒരു മനുഷ്യൻ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ അവൻ എന്ത് ചെയ്യുന്നില്ല, പാലിക്കുന്നില്ല. മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളത് ആ സൃഷ്ടിയുമായി ബന്ധപ്പെട്ടതാണ്. ഒരാൾ മാതാപിതാക്കളുടെ എന്ത് ചെയ്തു അനുസരണക്കേട് കാണിക്കുന്നു, അത് അവനോട് ചെയ്യുന്ന അവന്റെ ഹക്കിനെ എന്ത് ചെയ്യലാണ്? ലംഘിക്കലാണ്. ഇത് ചെയ്യുന്നത് മുഖേന ഓൾറെഡി അവൻ എന്തും ചെയ്യുന്നുണ്ട്? അള്ളാഹുവിന്റെ ഹക്കിലേക്ക് തന്നെയാണ് മടക്കം. മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളത് അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ അത് ഹഖ്ഖൻ ലിൽ ഖൽഖി, സൃഷ്ടികൾക്കുള്ള ഹക്ക് എന്ന് പറയാൻ കാരണം എന്താണ്? ലിഅന്നഹു യജിബു ബിമുതാലബതിഹിം വയസ്ഖുതു ബിഇസ്ഖാതിഹിം, അതായത് അങ്ങനെ ഒരു തെറ്റ് ഒരാളിൽ നിന്ന് സംഭവിച്ചാൽ, ഒരാൾ എന്ത് ചെയ്തു? വേറൊരു മനുഷ്യനെ അവന്റെ ഗീബത്ത് പറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കി, നമീമത്ത് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അവൻ അള്ളാഹുവിന്റെ അടുക്ക് നേരിട്ട് പറഞ്ഞാൽ മതിയോ? പോരാ, ഇവനുമായിട്ട് എന്ത് ചെയ്യണം? ഇവന് ഒരാൾ ഇന്ന് സമ്പത്ത് കൊള്ളയടിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിന്റെ നഷ്ടപരിഹാരം അവന് കൊടുക്കണം, അവനിൽ നിന്ന് പരിഹാരം കാണണം. അതിനുശേഷം എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കണം. അപ്പൊ ഇങ്ങനെ ഇവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് ഇവനോട് തേടുകയും അവനിൽ നിന്ന് അത് എന്ത് ചെയ്യുക? പൊരുത്തപ്പെടുവിക്കുകയും ചെയ്യുക. അതിനെ സൃഷ്ടികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ആദ്യം പരിഹരിക്കണം എന്നുള്ളത് കൊണ്ടാണ് അതിനെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ഹക്കുകൾ എന്ന് പ്രത്യേകം പേര് പറയാൻ കാരണം. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, സുമ്മ ഹാദിഹി ദുനൂബു തൻഖസിമു ഇലാ അർബഅത്തി അഖ്സാം, എന്നിട്ട് ഈ പറയുന്ന പാപങ്ങൾ മുഴുവനും 4 ഖിസ്മുകളായിട്ട് എന്ത് ചെയ്യും? വേർതിരിയും. ഒന്ന് മലക്കീയത്തായ പാപങ്ങളാണ്, മറ്റൊന്ന് ഷൈത്വാനീയത്താണ്, മറ്റൊന്ന് സബുഇയ്യത്താണ്, മറ്റൊന്ന് ബഹീമിയ്യത്താണ്. വലാ തഖ്റുജു അൻ ദാലിക്, ഒരു പാപവും ഈ 4 എണ്ണത്തിൽ നിന്ന് പുറത്തു പോവുകയില്ല. അപ്പൊ മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപങ്ങളാകട്ടെ അത് ഏതെങ്കിലും ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടതായിരിക്കും. ഈ ഓരോന്നിനും എന്ത് ചെയ്യുന്നുണ്ട്? ഇമാം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഫദ്ദുനൂബുൽ മലക്കിയ്യ, മലക്കീയത്തായ ദുനൂബുകൾ എന്നാൽ അൻ യതആതാ മാ ലാ യസിഹു ലഹു മിൻ സിഫാത്തിർ റുബൂബിയ്യ, ഒരു മനുഷ്യൻ അവന് സ്വഹീഹാകാത്ത, അവന് യോജിക്കാത്ത റുബൂബിയ്യത്തിന്റെ സിഫാത്തുകൾ, അള്ളാഹുവിന് മാത്രം പ്രത്യേകമായിരിക്കുന്ന, അവന്റെ മാത്രം അവകാശപ്പെട്ടിരിക്കുന്ന സിഫാത്തുകൾ എന്ത് ചെയ്യുക? അവൻ സ്വയം എടുത്തണിയുക, സ്വീകരിക്കുക. അതാണെന്ത്? മലക്കീയത്തായ ദുനൂബുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഏതുപോലെ? കൽ ആദമതി, മഹത്വമുള്ളവനായി തീരുക, മഹത്വത്തെ സ്വീകരിക്കുക. ഞാൻ താൻ വലിയ മഹത്വമുള്ളവനാണെന്ന് പറയുക, അല്ലെങ്കിൽ ആ മഹത്വം വേറെ ആൾക്ക്, അള്ളാഹുവിന് കൊടുക്കേണ്ട മഹത്വം വേറെ കൊടുക്കുക.
വൽ കിബിരിയ അഹങ്കാരം പോലെ, വൽ ജബറൂത്ത് ആധിപത്യം പോലെ, വൽ ഖഹ്രി അതേപോലെ എല്ലാം അടക്കി വാഴാനുള്ള കഴിവ് പോലെ, വൽ ഉലൂവി ഔന്നത്യം, വസ്തിഅബാദിൽ ഖൽഖി സൃഷ്ടികളെ അടിമകളാക്കി വെക്കല്, വനഹ്വി ദാലിക് ഇതുപോലുള്ള കാര്യങ്ങൾ. ഇതെല്ലാം ആർക്ക് പറഞ്ഞിരിക്കുന്നത് സ്വഭാവമാണ്? അള്ളാഹുവിന്റെ പ്രത്യേകമായ സ്വഭാവങ്ങളാണ്. അത് ആരെങ്കിലും എടുത്തണിഞ്ഞാൽ അതെന്താണ്? വലിയ ഗുരുതരമായ പാപമാണ്. ഒരു ഖുദ്സിയായ ഹദീസിലുള്ളതുപോലെ അൽ അദമതു ഇസാരി, അള്ളാഹു പറയുകയാണ് അദമത്ത് എന്നുള്ളത് അത് എന്റെ ഇസാറാണ്, എന്റെ ഉടുമുണ്ടാണ്. വൽ കിബ്രിയാഉ റിദാഇ, അഹന്ത നടിക്കുക എന്നുള്ളത്, അഹങ്കാരം എന്നുള്ളത് എന്റെ മേൽമുണ്ടാണ്. ഫമൻ നാസഅനി വാഹിദൻ മിൻഹുമാ, ഇതിൽ ആരെങ്കിലും എന്നോട് എന്ത് ചെയ്താൽ, മത്സരം കാണിച്ചാൽ, അതാരെങ്കിലും എടുത്തിട്ട് അണിഞ്ഞാൽ അദ്ദബ്തുഹു, അവനെ ഞാൻ എന്ത് ചെയ്തിരിക്കും? ശിക്ഷിച്ചിരിക്കും. അപ്പൊ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ ചില സിഫാത്തുകളാണത്. അഹങ്കരിക്കുക എന്നുള്ള അള്ളാഹുവിനുള്ളതാണ്. ഔന്നത്യമുള്ളവനാവുക അത് അള്ളാഹുവിൻ്റെതാണ്. ഇത് എന്ത് ചെയ്യുക? സൃഷ്ടികള് സ്വയം എടുത്തണിയുക. ഇതെന്താണ്? വലിയ ഗുരുതരമായ പാപമാണ്. ഇങ്ങനെയുള്ള പാപങ്ങൾക്കാണ് മലക്കീയത്തായ പാപങ്ങൾ എന്ന് പറയുന്നത്. എന്നിട്ട് ഇമാമർ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്, വയദ്ഖുലു ഫീ ഹാദാ, ഇതിൽ ഈ ഇനത്തിൽ പ്രവേശിക്കുന്നതാണ് അശ്ശിർകു ബിർറബ്ബി തആല, അള്ളാഹുവിൽ ഉള്ള ഷിർക്ക്, അള്ളാഹുവിൽ ഷിർക്ക് വെക്കുക എന്നുള്ള ഇതിലാണ് പെട്ടത്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉലമാക്കൾ അതിനെ നിർവചിച്ചത് കാണാം. മലക്കീയത്തായ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായിരിക്കുന്ന സിഫാത്തുകൾ എന്ത് ചെയ്യുക? സ്വയം ഒരാള് അതെടുത്തണിയുക. അഹങ്കാരം പോലെ, അതേപോലെ ഔന്നത്യം നടിക്കല്, ഇതുപോലുള്ള കാര്യങ്ങൾ. എന്നിട്ട് ഇമാമോറുകൾ പറയുകയാണ് ഷിർക്ക് അതിൽപ്പെട്ടതാണ്. കാരണം ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ഒരാളെ അള്ളാഹുവിനോട് സമമാക്കലാണ്. അള്ളാഹുവിന് പ്രത്യേകമായിരിക്കുന്ന കാര്യങ്ങൾ, അള്ളാഹുവിന്റെ ഖസ്വാഇസുകളിൽ അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്ത് ചെയ്യുക? അള്ളാഹു അല്ലാത്ത ഒരാളെ അള്ളാഹുവിനോട് സമമാക്കുക. അതിനാണ് എന്തെന്ന് പറയണത്? ഷിർക്ക് എന്ന് പറയണത്. അള്ളാഹുവിന്റെ അവകാശത്തിൽപ്പെട്ടതാണ് അവന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. അതെന്ത് ചെയ്യുന്നു? ആ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ അള്ളാഹു അല്ലാത്ത ഒരാളെ അള്ളാഹുവിനോട് സമമാക്കുന്നു. അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്ത് വേറെ സൃഷ്ടിക്ക് കൊടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്തു? ആ സൃഷ്ടിയെ അള്ളാഹുവിനോട് അവൻ സമമാക്കി. അപ്പോ അതെന്തിൽപ്പെട്ടതാണ്? ഈ മലക്കിയായ പാപങ്ങളിൽ പെട്ടതാണ്. അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടിരിക്കുന്ന സിഫാത്തുകൾ ഉണ്ടാകും, ഗുണങ്ങൾ ഉണ്ടാകും. അത് എന്ത് ചെയ്യുക? സൃഷ്ടികൾക്ക് സങ്കല്പിച്ചു കൊടുക്കുക. അപ്പൊ അത് ഷിർക്കിൽപ്പെട്ടതാണ്. അത് ഈ മലക്കിയായ പാപങ്ങളിൽ പെട്ടതാണ്. എന്നിട്ട് ഇമാമോറുകൾ പറയുകയാണ് വഹുവ നൗആൻ, ഈ ഷിർക്ക് എന്തുണ്ട്? രണ്ട് വിധമുണ്ട്. ഷിർക്കുൻ ബിഹി ഫി അസ്മാഇഹി വസിഫാത്തിഹി, അള്ളാഹുവിന്റെ അസ്മാകളിലോ സിഫാത്തുകളിലോ അവനെ പങ്കുചേർക്കുക. അവന്റെ പ്രത്യേകമായിട്ട് പറയപ്പെട്ടിരിക്കുന്ന ഇസ്മുകളുടെ കാര്യത്തിൽ അതിൽ വിശ്വസിക്കേണ്ട പ്രകാരം വിശ്വസിക്കാതിരിക്കുക, അതിൽ ഇൽഹാദ് കാണിക്കുക, അതിൽ കൃത്രിമത്വം കാണിക്കുക അള്ളാഹുവിന്റെ സിഫാത്തുകളുടെ കാര്യത്തിൽ. അതേപോലെ തന്നെ വജഅലു ആലിഹത്തിൻ ഉഖറ മഅഹു, അവനോട് കൂടെ വേറെ ഇലാഹുകളെ ഉണ്ടാക്കുക. ഇലാഹുകളെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ കുറെ ഇലാഹുകളുണ്ടെന്ന് വിശ്വസിക്കലല്ല. അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദാത്ത് വേറെ കൊടുക്കുക. അപ്പൊ ഇലാഹിനെ ഉണ്ടാക്കലായി മാറി. പ്രത്യേകിച്ച് വിശ്വസിക്കണമെന്നൊന്നുമില്ല. അള്ളാഹുവിന് കൊടുക്കേണ്ട ദുആ എന്ത് ചെയ്യുന്നു? വേറെ ആളോ ചെയ്യുന്നു. അപ്പൊ അവൻ എന്താക്കി? ഇലാഹാക്കി മാറ്റിയുള്ളടേ. അള്ളാഹുവിന് കൊടുക്കേണ്ട നേർച്ച വേറൊരു ഷെയ്ഖിന് അല്ലെങ്കിൽ ഖബറിന് അർപ്പിക്കുന്നു. അള്ളാഹുവിന് കൊടുക്കേണ്ട ബലികർമ്മം അത് വേറെ ആളുകൾക്ക് വേണ്ടി, ജിന്നുകൾക്ക് വേണ്ടി ബലിയർക്കുന്നു. ഇതൊക്കെ എന്താണ്? അള്ളാഹു അല്ലാത്ത ഒരാൾ ഇലാഹാക്കി മാറ്റലാണ്. അതേപോലെ തന്നെ വശിർക്കും ബിഹി ഫി മുആമലാത്തി, മുആമലാത്തുകളിൽ അവനിൽ പങ്കുചേർക്കുക. അത് ചെറിയ ഷിർക്കാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണത്? ഇമാം അവர்கள் ഉദ്ദേശിക്കുന്നത് അതായത് അവന്റെ പ്രവർത്തികളിൽ, ഇബാദാത്തുകളിൽ അവൻ എന്ത് ചെയ്യുക? ഷിർക്ക് ഉണ്ടാക്കുക. ചിലപ്പോൾ പൂർണ്ണാർത്ഥത്തിൽ ആ രീതിയിൽ എന്ത് ചെയ്യാം? റിയാ ചെയ്യാം. അതായത് അവന്റെ മനസ്സിൽ തീരെ ഈമാനില്ല. അവൻ നമസ്കരിക്കുന്നത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഞാൻ മുസ്ലിമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, ചില നീട്ടങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്, മുനാഫിക്കീങ്ങളെ പോലെ. അതാണെങ്കിൽ തനി ഷിർക്ക് തന്നെയാണ്. അതല്ല, അവൻ അള്ളാഹുവിന് വേണ്ടി തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നമസ്കരിക്കുന്നത്. അതിന്റെ കൂടെ നിന്നുണ്ട് മറ്റുള്ള ആളുകൾ കാണുക എന്നുള്ള ലക്ഷ്യം, പ്രശസ്തി ഉണ്ടാവുക എന്നുള്ള ലക്ഷ്യം. അങ്ങനെ ഉണ്ട് എങ്കിൽ അതും ഇതിൽപ്പെട്ടത് തന്നെയാണ്, ഷിർക്കിൽപ്പെട്ടത് തന്നെയാണ്. വഹാദ സാനി ഖദ് ലാ യൂജിബു ദുഖൂലൻ നാർ, അത് ചിലപ്പോ എന്താക്കുന്നില്ല, നരകപ്രവേശനത്തിന് നിർബന്ധമാക്കണമെന്നില്ല. ചെറിയ ഷിർക്കാണ് എങ്കിൽ ചിലപ്പോ അള്ളാഹു എന്ത് ചെയ്തേക്കാം?
പുറത്തു കൊടുത്തേക്കാം. വഇൻ അഹബത്തൽ അമലല്ലദീ ഉശ്രിക ഫീഹി മഅല്ലാഹി ഗൈറ, അള്ളാഹുവിനോട് കൂടെ അവൻ ചെയ്തിരിക്കുന്ന ആ ഷിർക്ക്. ഇപ്പൊ നമസ്കരിച്ചപ്പോൾ വേറെ ആൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമസ്കരിച്ചത്. എങ്ങനെയാണ് എന്തായി? ആ അമല് ബാത്തുലായി പോയി. അവന്റെ എല്ലാ അമലുകളും ബാത്തുലായി പോയോ? ഇല്ല. നേരെ മറിച്ച് അവനൊരു വലിയ ഷിർക്കാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിലോ അവന്റെ സകല ഇബാദത്തുകൾ എന്ത് ചെയ്തു? അത് മുഖേന ബാത്തുലായി പോകും. അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ എന്ത് ചെയ്തു? പുറത്തു പോകുന്നതാണ്. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, വഹാദൽ ഖിസ്മു അഅദമു അൻവാഇ ദുനൂബ്. ദുനൂബിന്റെ ഈ 4 ഇനങ്ങൾ പറഞ്ഞല്ലോ, അതിൽ ഏറ്റവും ഗുരുതരമായ ഇനമാണ് ഈ മലക്കിയത്തായ ദുനൂബ്. വയദ്ഖുലു ഫീഹിൽ ഖൗലു അലല്ലാഹി ബിലാ ഇൽമി ഫീ ഖൽഖിഹി വഅംരി. അതിൽ പെട്ടതാണ്, ഈ പാപത്തിൽ പെട്ടതാണ് വേറൊരു ഗുരുതരമായ പാപം. എന്താണത്? അള്ളാഹുവിന്റെ കാര്യത്തിൽ ഇൽമില്ലാതെ എന്ത് ചെയ്യുക? സംസാരിക്കുക. ദീനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രത്യേകിച്ചും അവന്റെ അമ്രിന്റെ കാര്യത്തിൽ ഇൽമില്ലാണ്ട് സംസാരിക്കുക. കൽപ്പനകൾ കൊടുക്കേണ്ടവൻ ആരാണ്? അള്ളാഹുവാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംർ. സൃഷ്ടിപ്പും അതേപോലെ തന്നെ നിയമനിർമ്മാണവും അള്ളാഹ്ക്കുള്ളതാണ്. എന്ത് ചെയ്യുന്നു? അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവൻ കുറെ വച്ചുകെട്ടലുകൾ നടത്തുകയാണ്, അല്ലെങ്കിൽ പുതിയ നിർമ്മിതികൾ, നിയമങ്ങൾ നിർമ്മിച്ചുണ്ടാക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ദീനിൽ അറിവില്ലാത്ത കാര്യങ്ങൾ ഇവൻ സംസാരിക്കുകയാണ്. അവൻ പറയുന്നത് ശരിയാകട്ടെ തെറ്റാകട്ടെ, ഒരാൾ ദീനിൽ അവൻക്കറിയില്ല ആ കാര്യത്തെ കുറിച്ച്, അവനിങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ അവൻ പറഞ്ഞത് ശരിയാണെങ്കിൽ പോലും അവൻ ചെയ്തത് എന്താണ്? അറിവില്ലാതെയാണ് സംസാരിക്കുന്നതെങ്കിൽ ഗുരുതരമായ പാപമാണ്. ഇത് വളരെ വ്യാപകമായിട്ട് ഈ ആധുനിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റാണ്. പാപങ്ങളിൽ ഏറ്റവും ഗുരുതരമായതാണിത്. ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിവുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സംസാരിക്കുക, അല്ലെങ്കിൽ മൗനം അവലംബിക്കുക. പ്രത്യേകിച്ചും സംസാരിക്കാൻ ധാരാളം ഇടങ്ങളുണ്ടെന്ന് ആളുകളുടെ മുന്നിൽ നേരിട്ട് പറയണമെന്നില്ല. അതുകൊണ്ട് എഴുത്തുകളിലൂടെയും മറ്റുമെല്ലാം ധാരാളം സംസാരിക്കാനുള്ള അവസരങ്ങളുണ്ട് ആളുകൾക്ക്. അതുകൊണ്ട് പല കാര്യങ്ങളും തീരെ അറിവില്ലാതെ ദീനിന് കടകവിരുദ്ധമായി കൊണ്ടും ചെയ്യുന്നുണ്ട്. പല ആളുകളും ഫത്വകൾ പുറപ്പെടുവിക്കുക, പല രീതികളിലുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ വരെ സംസാരിക്കുന്നുണ്ട്. അപ്പോ അള്ളാഹുവിനെ കുറിച്ചോ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചോ അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ളത് ഇതിൽപ്പെട്ടതാണ്. കാരണം അള്ളാഹുവിന്റെ അധികാരമാണത് ദീൻ പറയുക എന്നുള്ളത്. അതിന് ഇവനെന്ത് ചെയ്യുന്നു? ആ സ്ഥാനത്തേക്ക് കയറിയിരിക്കുകയാണ്. അപ്പൊ അത് ഈ പറഞ്ഞ മലക്കിയത്തായ പാപങ്ങളിൽ പെടുന്നതാണ്. അള്ളാഹു ചോദിച്ചതുപോലെ വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിന്റെ മേൽ കളവുകൾ വെച്ച് കെട്ടാൻ ആരോപിക്കുന്നവനേക്കാൾ വലിയ അക്രമി വേറെ ആരാണുള്ളത്? ഉലമാക്കൾ പറഞ്ഞു, ഒരാൾ ശിർക്ക് ചെയ്യുന്നു, വേറൊരാൾ ദീനിൽ കളവ് പ്രചരിപ്പിക്കുകയാണ്. ഏതാണ് ഗുരുതരമായ പാപം? ഈ കളവ് പ്രചരിപ്പിക്കുന്നവൻ, അള്ളാഹുവിന്റെ മേൽ കളവ് പ്രചരിപ്പിക്കുന്നവൻ വലിയ പാപമാണ്. ശിർക്ക് ചെയ്യുന്നവന്റെ പാപം അവനിൽ മാത്രം ഒതുങ്ങുന്നതാണ്. അവൻ മാത്രമാണ് മുഖേന പിഴച്ചത്. കളവ് പ്രചരിപ്പിക്കുന്നവനോ അള്ളാഹുവിന്റെ മേൽ ദീനിന്റെ മേൽ കളവ് പ്രചരിപ്പിക്കുന്നവൻ അവനും പിഴച്ചു, മറ്റുള്ളവൻ എന്ത് ചെയ്യുന്നു? പിഴപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിനേക്കാൾ ഗുരുതരമായിട്ട് അത് മാറുന്നതാണ്. فمن كان من أهل هذه الذنوب فقد نازع الله سبحانه في ربوبيته وملكه. ആരെങ്കിലും ഈ പറയപ്പെട്ട പാപങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഏർപ്പെട്ടാൽ അവൻ അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിൽ, അള്ളാഹുവിന്റെ അധികാര പരിധിയിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? അവനോട് മത്സരം കാണിച്ചിരിക്കുകയാണ്. വജഅല ലഹു നിദ്ദ, അള്ളാഹുവിന് ഒരു നിദ്ദിനെ, ഒരു സമനെ എന്ത് ചെയ്യുകയാണ്? പകരക്കാരനെ ഉണ്ടാക്കുകയാണ് അത് മുഖേന അവൻ ചെയ്യുന്നത്. വഹാദ അഅ്ളമു ദുനൂബി ഇൻദല്ലാഹ്, അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഗുരുതരമായ പാപം. വലാ യൻഫഉ മഅഹു അമലുൻ, അതിനോടുകൂടെ വേറൊരു അമലും എന്ത് ചെയ്യൂല? പ്രയോജനപ്പെടുകയില്ല, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. ഇനി ബാക്കിയുള്ള 3 പാപങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ സംസാരിക്കാം. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. وأقول قولي هذا وأستغفر الله لي ولكم فاستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت نستغفرك ونتوب إليك.